ഹായ് ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോയിൽ നമ്മൾ ഒരു സംഭവം അൺബോക്സ് ചെയ്യാനായിട്ട് പോവാണ്. ഡീറ്റെയിൽഡ് റിവ്യൂ ഒന്നുമല്ല, ജസ്റ്റ് അൺബോക്സിങ് മാത്രമേ ഉള്ളൂ. അതുപോലെ ആ ഒരു ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കാണിക്കുകയാണ്. നമ്മളിവിടെ റീസെൻ്റ്ലി ഇവിടുന്ന് ഒരു പുതിയൊരു ക്യാമറ പർച്ചേസ് ചെയ്തു. അപ്പോൾ ആ ഒരു ക്യാമറയുടെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ക്യാമറ ഏതാണെന്ന് ചോദിച്ചാൽ DJI Osmo Pocket 3 എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഈ ഒരു ക്യാമറയാണ് നമ്മൾ മേടിച്ചത്. ഇത് ഇവിടെ ഞാൻ UK എത്തിയിട്ട് ഇവിടെ നിന്ന് മേടിച്ച ക്യാമറയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മേടിച്ചത്, എത്ര രൂപയായി ഇതിന്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ കറൻ്റ്ലി ഞാനിത് മേടിക്കുന്ന സമയത്ത് അതിന് മുമ്പൊക്കെ ആണെങ്കിലും നമുക്ക് ആമസോണിൽ അത്യാവശ്യം ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റാണിത്. കാരണം ബുക്ക് ചെയ്യാനായിട്ട് സ്റ്റോക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മളിത് പർച്ചേസ് ചെയ്തത് കാര്യങ്ങളെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങളാണ് വരുന്നത്, പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഡീറ്റെയിൽസ് ജസ്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് Osmo Pocket 3യുടെ ക്രിയേറ്റർ കോംബോ എന്ന് പറയുന്ന ഒരു ബോക്സാണ്. അതായത് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നോർമൽ ആ ഒരു ക്യാമറ മാത്രമല്ല, അതിൻ്റെ ഒപ്പം കുറച്ച് വേറെ ഐറ്റംസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ബോക്സിൽ വരുന്നത് കാണിച്ചു തരാം. ഫസ്റ്റ്ലി തന്നെ ഇതിൽ വരുന്നത് നോർമൽ ഇതിൻ്റെ വാറണ്ടി കാർഡ്, അതുപോലെ യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. പിന്നെ നമുക്ക് ബോക്സ് തുറന്നാൽ പിന്നെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ചാർജിങ് കേബിളാണ്. ഓക്കെ, ചാർജിങ് കേബിളാണ് വരുന്നത്. ഇത് കാണാം, ഇതാണ് അതിൻ്റെ ചാർജിങ് കേബിള്. 2 Type-C ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു അഡാപ്റ്ററൊന്നും വരുന്നില്ല, കേബിൾ മാത്രമാണ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം വരുന്നതെന്ന് വെച്ചാൽ ഒരു ബേസ് മൗണ്ട്. ഇതൊരു ട്രൈപോഡ് പോലെ വയ്ക്കാൻ പറ്റുന്ന, എന്നാൽ നമുക്കിത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. കണ്ടതേ, ഇത് നമുക്ക് ആ ഒരു ബേസ് വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ട്രൈപോഡ് വരുന്ന നമുക്ക് മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഗ്രിപ്പ് പോലെ, ഹാൻഡ് ഗ്രിപ്പ് പോലെ പിടിച്ചിട്ട് വ്ളോഗ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് ഈ ഒരു സംഭവം, ഇച്ചിരി ഹൈറ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ ഇതും ഒരു ഹാൻഡ് ഗ്രിപ്പാണ്, ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ്. ഇത് നമുക്കിവിടെ ഒരു നോബ് ഉണ്ട്, ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് ഓപ്പൺ ആവും കണ്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ക്യാമറയിൽ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ താഴെയാണെങ്കിലും ഒരു ഇത് കാണാം. ഇതിലാണ് നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ചതില്ലേ ഈ ഒരു കേബിൾ, ഇത് നമുക്ക് ഈ ഒരു ഹാൻഡ് ഗ്രിപ്പിൽ ഇത് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതായത് നിലത്ത് എവിടെയെങ്കിലും ക്യാമറ വെക്കണം എന്നുണ്ടെങ്കിൽ, ബേസ് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വേണം. അപ്പോൾ ഈ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊരു ഹൈറ്റ് കിട്ടുന്നുണ്ട്. ഈ ഒരു ചെറിയ ഹൈറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ വ്ളോഗ് ചെയ്യാനൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് വരും. ഇത് ബാറ്ററി ഒന്നും ഇല്ല, ജസ്റ്റ് ഗ്രിപ്പ് മാത്രമാണ്. പിന്നെ ഇതിൽ നമുക്കൊരു ചാർജിങ് പോർട്ട് ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നമ്മുടെ ക്യാമറയിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രിപ്പ് വഴി നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് വരുന്നത് ഒരു നേരത്തെ കണ്ട ഒരു ഹാൻഡ് ഗ്രിപ്പ് പോലെ തന്നെ വേറൊരു സാധനമാണ്. ഇത് ബാറ്ററിയാണ്. ഓക്കെ, ഇതിൻ്റെ ബാറ്ററി ലെവൽ അറിയാനായിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ ഇവിടെ ഒരു ലൈറ്റ് തെളിയും. നമുക്ക് ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിലും ഈ നേരത്തെ പറഞ്ഞ പോലെ ചാർജിങ് ഉണ്ട്. ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനായിട്ടുള്ള പോർട്ടാണ്. സെയിം മെക്കാനിസം തന്നെ. ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് 2 സൈഡും, അത് ഓപ്പണായിട്ട് ക്യാമറയിൽ കണക്ട് ചെയ്യും. പിന്നെ ഈ ഒരു ഇതിൻ്റെ ബാക്കിലും നമ്മുടെ മൗണ്ട് കണക്ട് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് ഇടും. ഈ ഒരു ഡിഫറൻസ് ഉണ്ടോ, ഇത്ര ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു ഇത് ബാറ്ററിയും ഇത് നോർമൽ ഗ്രിപ്പും, ഇത് രണ്ടും തമ്മിൽ ഇത്ര ഉള്ള ഒരു ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഹൈറ്റ് കിട്ടും വ്ളോഗ് ചെയ്യുമ്പോൾ പിടിക്കാനായിട്ട്. പിന്നെ ഇതിൽ വരുന്ന സംഭവം എന്ന് വെച്ചാൽ നമുക്കൊരു മൈക്ക് വരുന്നുണ്ട്. DJIയുടെ തന്നെ മൈക്ക് 2, ഇവരുടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ള മൈക്ക് 2 ആണ്. ഇതിൻ്റെ ഡിസൈൻ നല്ല രസമാട്ടോ. കാരണം ഇതിൻ്റെ അകത്തെ ബോർഡ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാനായിട്ടൊരു ക്രിസ്റ്റൽ ക്ലിയർ ഡിസൈനാണ് വന്നിട്ടുള്ളത് DJIയുടെ. പിന്നെ ഇതിൽ തന്നെ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഓൾറെഡി പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചേർന്നു. ഓക്കെ, ഇതാകുമ്പോൾ നമുക്ക് ഡ്രസ്സിലൊക്കെ എന്ന് വെച്ചാൽ മൈക്ക് വെച്ചിട്ട് ഉള്ളിൽ കൂടെ ഈ ഒരു മാഗ്നറ്റ് ഒട്ടിച്ചാൽ മതി. കണ്ട, നല്ല സ്ട്രോങ് മാഗ്നറ്റാണ്, നല്ല കട്ടിയിലിരുന്നോളും. അതിലൊരു DJI എന്ന് പറയുന്ന അവരുടെ ഇത് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വായിക്കാം, DJI എന്ന് പറഞ്ഞ അവരുടെ ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് നമുക്കൊരു ഫെറ് വരുന്നുണ്ട്. അതായത് മറ്റേ പഞ്ഞിമിഠായി അല്ല, ഒരു പഞ്ഞി, വേറെ ഒന്നുമില്ല, വിൻഡ്, അതായത് നോയ്സ് റിഡക്ഷൻ കുറയ്ക്കാനായിട്ടുള്ള, കാറ്റടിക്കുമ്പോൾ എന്നൊക്കെ ഉള്ള ആ സാധനം വേണ്ടാതിരിക്കാൻ വേണ്ടി മാക്സിമം അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വിൻഡ് മഫ്ലർ എന്ന് എന്താണ് പറഞ്ഞത്, ആ ഒരു സംഭവം, ആ പഞ്ഞി. ഇത് ഈസിയാണ് നമുക്കിവിടെ. പിന്നെ ഈ ഒരു മൈക്കിൽ എക്സ്റ്റേണൽ മൈക്ക് കുത്താൻ പറ്റും കേട്ടോ. ലാവലിയർ മൈക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും, വയേർഡായിട്ടുള്ള.
ഇതിൽ കണക്ട് ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ മൈക്ക് വഴി റെക്കോർഡിങ് പോസിബിളാണ്. പിന്നെ ഒരു മൈക്കിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഇൻറ്റേർണലായിട്ട് നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു 2 GB ആണോ 4 GB ആണോ, 2 GB ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അത് മറന്നുപോയി. ഓക്കെ, എക്സാക്റ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾ അതിൻ്റെ കാറ്റലോഗൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ക്യാമറയിലൊന്നും കണക്ട് ചെയ്യാതെ നമുക്ക് ഓഡിയോ എടുക്കാനായിട്ട് ഈ ഒരു മൈക്ക് കൊണ്ട് പറ്റും. അത് ഇപ്പോൾ ഈ പബ്ലിക് ഒപ്പീനിയൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്ക് ഓഡിയോ മാത്രമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന നല്ലൊരു സംഭവം കേട്ടോ. ഫോണിൽ അപ്പോൾ നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഓഡിയോ നല്ല ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈക്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലൊരു ചാർജിങ് പോർട്ട് ഉണ്ട് കണ്ടോ, ഇതും Type-C ആണ് ചാർജിങ് വരുന്നത് കണ്ടോ, ഇവിടെയാണ് ചാർജിങ്. ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പുറം നമുക്ക് പെയർ ചെയ്യാനുള്ളതും പവർ ഓൺ ചെയ്യാനുള്ളതുമാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട് നമുക്ക് നോർമൽ ഡ്രസ്സിൽ കൊളത്തിയിടാനൊക്കെയുള്ള. നമുക്ക് എന്തായാലും ഈ പൂച്ചപ്പൂട ഇതിലേക്ക് വെച്ചേക്കാം. ഇതിങ്ങനെ ഈസിയാണ്. നമ്മുടെ ആ മൈക്കിൻ്റെ പൊസിഷൻ, മൈക്ക് വെക്കേണ്ട ആ ഒരു ഓട്ടയിൽ അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ചുമ്മാ ക്ലിപ്പ് ചെയ്താൽ യെസ്, ഇത് ഇത്രേ ഉള്ളൂ. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. എനിക്ക് ഈ ഒരു ക്യാമറ സെറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മൈക്കാണ്. കാരണം ഇതിൻ്റെ ഡിസൈൻ അത്ര സെറ്റപ്പാണ്. സെറ്റപ്പ് മീൻസ് ആ ഉള്ളിലെ കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ എന്നാൽ നമുക്ക് വർത്താനം പറയുമ്പോഴൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മൈക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു മൈക്ക് മാത്രമായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ 2 എണ്ണമുള്ള പെയറുണ്ട്. പക്ഷേ നല്ല പൈസയാണെന്നാണ് തോന്നുന്നത്. ഞാൻ കണ്ടതിൽ അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. കാരണം ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. അതായത് DJയുടെ തന്നെ മൈക്ക് 1 അവർ ഇറക്കിയിട്ടുണ്ടായി. അതിൻ്റെ ലേറ്റസ്റ്റ് എഡിഷനാണ്, മൈക്ക് 2 ആണ്. അതാണ് ഇവർ ഈ ഒരു ക്രിയേറ്റർ കോംബോ പാക്കിൻ്റെ ഒപ്പം കൊടുക്കുന്നത്. കൊള്ളാം. നെക്സ്റ്റ് ഇതിൻ്റെ ഒപ്പം വരുന്ന വേറൊരു സാധനമാണ് ഒരു വൈഡ് ലെൻസ് വരുന്നുണ്ട് കണ്ടോ. ഇത് ഞാൻ ഓൾറെഡി പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചതൊക്കെ പാക്കറ്റിൽ തന്നെയാണ്. ഇതൊരു ചെറിയ വൈഡ് ലെൻസാണ്, മാഗ്നറ്റിക് വൈഡ് ലെൻസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വയ്ക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് കണക്ട് ചെയ്യുന്നതൊക്കെ ഈസിയാണ്. പിന്നെ നമുക്കൊരു പൗച്ച് വരുന്നുണ്ട് കണ്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആണ്. അതായത് നമ്മുടെ ഗിംബൽ ക്യാമറയ്ക്കൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2 ഒരു മാഗ്നറ്റിക് ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ മേളിൽ നമ്മുടെ ഈ ഒരു വൈഡ് ആംഗിൾ ലെൻസിൽ ഇതിങ്ങനെ വന്നു വെച്ചാൽ ഉണ്ടോ മാഗ്നറ്റായിട്ട് അവിടെ ഇരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ ബാഗിലൊന്നും ഇട്ടുകൊണ്ട് നടക്കേണ്ട. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വൈഡ് ലെൻസിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേറൊരു സംഭവം കൂടിയുണ്ട്. ഇവിടെ ഒരു ഓട്ടയുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു മൈക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കാനും പറ്റും. ഇതിപ്പോൾ ഈ മാഗ്നറ്റ് ഇരിക്കുന്ന കാരണമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് മൈക്ക് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലും വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഇരുന്നോളും. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഈ ഒരു സംഭവത്തിനുണ്ട്. ഇത് അത്യാവശ്യം സ്ട്രോങ് ആട്ടോ. പിന്നെ എൻ്റെ താഴെ ബ്ലാക്ക് പോയിൻ്റ് മിസ്റ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ മേടിച്ചിട്ടില്ല. ഈ ഒരു ക്രിയേറ്റർ കോംബോയിൽ വരുന്നില്ല. ഈ വൈഡ് ആംഗിൾ ലെൻസ് പോലെ തന്നെ ഒരു സാധനം വരുന്നുണ്ട്, ബ്ലാക്ക് പ്രോ മിസ്റ്റ് ഫിൽറ്റർ അങ്ങനെ ഒരു സാധനം. അപ്പോൾ അതാണ് ഇത് വരുന്നത്. പിന്നീട് നമ്മുടെ മെയിൻ വരുന്ന വേറൊരു സാധനം എന്ന് വെച്ചാൽ ഒരു ബാഗ് വരുന്നുണ്ട് ഗൈസ്. സത്യത്തിൽ ഈ ഒരു ബാഗ് വെറും ട്രാഷാണ്, വെറും ദുരന്തമാണ്. കാരണം ഒരു ചെറിയ പൗച്ചാണ്. ഇവർ ക്രിയേറ്റർ കോംബോ എന്നും പറഞ്ഞ് ഈ സാധനം ഒന്നും കൊടുക്കണമെങ്കിലും പകരം വേറെ എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാഗിൻ്റെ ഓപ്പണൊക്കെ ചെയ്ത് കാണിച്ചാൽ 3 കേസ് പോലെയൊക്കെ ഉണ്ട്. ഇതെന്താ ദുരന്തമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിലെല്ലാ സാധനങ്ങളും കൊള്ളില്ല. ഇപ്പോൾ ഈ കാണിച്ച സാധനങ്ങളെല്ലാം കൂടി വച്ച് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ തിങ്ങിക്കും. നമുക്ക് ഈ ഒരു സിബ് ഇടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. നല്ല തിക്കി നിറഞ്ഞേക്കും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് ട്രാഷാണെന്നുള്ളത്. ഇത് അവർക്ക് എന്തായാലും ഇവർ നല്ലൊരു ഉദ്ദേശത്തോടെയാണ് ഇറക്കിയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ഒന്ന് വലുതാക്കാമായിരുന്നു. ഇവർ ഏറ്റവും ചെറുതാണ് കൺവീനിയൻ്റ് ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി കുഞ്ഞിതാക്കിയത്. പക്ഷേ ഇതുകൊണ്ടൊരു ഉപകാരമില്ല. പിന്നെ വാട്ടർ പ്രൂഫാണ്. നിങ്ങൾ ക്യാമറ മാത്രമാണ് കൊണ്ടുപോയി നടക്കണുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ. അതല്ല, ഇതിൻ്റെ ആക്സസറീസ് എല്ലാം ഇതിൽ കൊണ്ടുപോയി നടക്കാനെന്നുണ്ടെങ്കിൽ ഇത് വൻ ഷോക്കാണ്. അപ്പോൾ ഇത് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. കണ്ടോ, ഇത് ഇനിയാണ് നമ്മുടെ മെയിൻ കുട്ടൻ. ഗൈസ്, ഇതാണ് നമ്മുടെ പിന്നെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ, ഒരു ടാഗ്. ഇത് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഓൾറെഡി അത് കണക്ട് ചെയ്തു. ഇതാണ് നമ്മുടെ DJI Osmo Pocket 3. കാണുമ്പോൾ ഒരു കുഞ്ഞനാണ്. ഇപ്പം എൻ്റെ കൈ ഇതാണെന്നുണ്ടെങ്കിൽ എൻ്റെ കറക്റ്റ് കയ്യിലൊതുങ്ങുന്ന അത്ര ഉള്ളു സാധനം. കൈപ്പത്തിയുടെ അത്ര ഉള്ളൂ കേട്ടോ. കണ്ട ഇത്ര ഉള്ളു സാധനം. ഇനി ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും ക്യാമറ ഒളിഞ്ഞിരിക്കും. ക്യാമറ ഓണാക്കാനായിട്ട് എളുപ്പമാണ്. ഇങ്ങോട്ട് കണ്ട നിങ്ങൾക്ക് തന്നെ കാണാം. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വ്ളോഗ് ചെയ്യാനായിട്ട് പോകുന്നത് നല്ല കിടിലനായിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ കണ്ടില്ല. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാനിത് യൂസ് ചെയ്തിട്ട് പൊക്കി പറയണതല്ല, എനിക്ക് ഈ സാധനം കൊണ്ട് നല്ല യൂസ്ഫുൾ ആയിരുന്നു എന്നല്ല, നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ വന്നു.
ഇതിപ്പോൾ ഞാൻ നിങ്ങളെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിപ്പോൾ എനിക്ക് എന്നോടടുത്തേക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ട. അപ്പോൾ എനിക്ക് വ്ളോഗ് ചെയ്യാനായിട്ട് ഇങ്ങനെ വേറെ ഇതൊന്നും ഇല്ലാണ്ട് എനിക്ക് വ്ളോഗ് ചെയ്തുകൊണ്ട് കിടക്കാം. അപ്പോൾ ആ ഒരു സംഭവം അടിപൊളിയാണ്. കണ്ട, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് റെക്കോർഡ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഒന്നുകൂടി ഇത് ചെയ്താൽ തിരിച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യും. പിന്നെ ഇതൊരു ഗിംബലാണ്, മോട്ടറൈസ്ഡ് ഗിംബലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ സ്റ്റെബിലൈസേഷനൊക്കെ ഒരു രക്ഷയില്ല ഗൈസ്. DJI അതിനൊക്കെ നല്ലൊരു ഇത് അർഹിക്കുന്നുണ്ട്. നല്ല 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 സ്റ്റെബിലൈസേഷനാണ് ഇതിന്. കാരണം നമ്മൾ ഏത് വീഡിയോ എടുത്താലും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ കണ്ട ഒരു കുഞ്ഞനാണ്. പിന്നെ അത് നല്ല രസമാണ്. പിന്നെ ഇതിൽ നമുക്ക് 1080 ഫുൾ, അതായത് 1080p ഫുൾ HD റെക്കോർഡ് ചെയ്യാൻ പറ്റും, 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും, 2K 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും, 120 FPS വരെ എന്തോ പറ്റും 2K. പിന്നെ 4K 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും, 4K 120 FPS പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പറ്റില്ലേ? ഇപ്പോൾ പറയാം, 4K 60 FPS വരെയാണ്. ഓക്കെ, പിന്നെ സ്ലോ മോഷൻ എടുക്കുമ്പോൾ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, അതെന്തായാലും ഡൺ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എനിക്ക് മനസ്സിലായി. പിന്നെ ഇത് SD കാർഡ് ഇടണം, മൈക്രോ SD തന്നെയാണ് ഇടുന്നത്, അതുണ്ട്. പിന്നെ ഇവിടെ റെക്കോർഡിംഗ് ബട്ടൺ വരുന്നുണ്ട്, ഇവിടെ ഒരു കൺട്രോളർ വരുന്നത്. ഈ കൺട്രോളർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഗിംബൽ വട്ടം കറക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഒരു കൺട്രോളർ വരുന്നത്. പിന്നെ വരുന്നത് എന്താ, അത്രയാണ് സ്വിച്ചസ് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇപ്പം ഞാൻ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി പോർട്രേറ്റ് മോഡിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇത് ഞെക്കുക, ഈ കണ്ടിന്യൂ എന്നുള്ളത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഗിംബൽ പോയിൻറ്റ്സ് റീച്ചിൽ അത് എൻ്റെ എവിടെ. ഓക്കെ, ഇത് കണ്ട. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പോർട്രേറ്റ് മോഡിലാണ്, അതായത് നമ്മൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്ന പോലെ ഈ ഒരു ക്യാമറയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹായ് ഗായ്സ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീലിലേക്ക് സ്വാഗതം. അതായത് റീലൊക്കെ എടുക്കാനൊക്കെ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്. നല്ല കളർ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 4K റെക്കോർഡിങ് പറ്റും. ഞാൻ പറഞ്ഞു 4K 60 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഇതിൽ 256 or 128 GB വരെ SSD കാർഡ് സപ്പോർട്ടബിൾ ആണ്. പിന്നെ റൈറ്റിംഗ് സ്പീഡുള്ള ഇത് വേണം, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് റൈറ്റിംഗ് സ്പീഡുള്ളതല്ല. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു മെമ്മറി കാർഡ് ഇട്ടുകൊണ്ടിരുന്നു. അത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡിങ് സ്റ്റോപ്പ് ആവും, കാരണം കാർഡ് സ്പീഡ് കുറവാന്ന് പറഞ്ഞു കാണിക്കും. അപ്പോൾ ഞാൻ പിന്നീടായിട്ട് ഒരു റെക്കോർഡിങ് സ്പീഡുള്ള ഇത് മേടിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ക്യാമറയുടെ വേറെ ഇത് വരുന്നത്. പിന്നെ കണ്ട കുഞ്ഞനാണ് ഗൈസ്. ഇത് ഈ ഒരു കവറിൽ ഇട്ട് വയ്ക്കാനായിട്ട് എളുപ്പമാണ്. ഈ ഒരു ഇതിൽ വയ്ക്കുക, ഇങ്ങനെ ഇരുന്നോളും. അത് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയാൽ ഇത് പിന്നെ ഒന്നും പറ്റില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും. ആ ഒരു സ്റ്റെബിലൈസറിൻ്റെ മോട്ടറൊന്നും പോവാതെ ഇങ്ങനെ ഇരുന്നോളും. പിന്നെ ഈ ഒരു ടാഗ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇത് ലോക്ക് ചെയ്തിട്ടാൽ കയ്യിൽ നിന്നും ചാടിപ്പോവില്ല. ഉണ്ടോ? അത് എന്തായാലും പൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ക്യാമറയുടെ ഡീറ്റെയിൽസ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എടുത്തത് ക്രിയേറ്റർ കോംബോ പാക്കാണ്. ഇത് നിങ്ങൾക്ക് നോർമലായിട്ടുള്ള പാക്കും കിട്ടും. ഇനി ഞാൻ മേടിച്ചത് എങ്ങനെയാണ്, എത്ര രൂപയെന്ന് പറയാം. നാട്ടിൽ ഈ ഒരു സംഭവത്തിന് ഏകദേശം 65,000 രൂപയാണ്, 60,000 രൂപ, 60,000 സംതിങ് ഉണ്ട്. എന്തായാലും 60,000 പ്ലസ് ആണ് നമുക്ക് നാട്ടിൽ ഇതിന് വരുന്നത്. ഇവിടെ ഇത് 619 പൗണ്ടാണ്, അതായത് ഏകദേശം 61,000 സംതിങ്. ഇതും 60,000 പ്ലസ് തന്നെ. പക്ഷേ ഞാൻ എടുത്തതിന് വെറും 5,000 രൂപയാണ് ആയിട്ടുള്ളൂ. അതെ, 5,000 രൂപയാണ് ആയിട്ടുള്ളൂ. ഞാനെടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെയാണ്, UK നാട്ടിലല്ല. അപ്പോൾ ഇവിടുത്തെ ആമസോൺ UKയിൽ നമുക്ക് കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് വെച്ചിട്ട് EMI പോലെ, സീറോ കോസ്റ്റ് EMI ആണ്. അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ എത്രയാണോ വില, ആ വില മാത്രം നമ്മൾ എത്ര ഇയറാണ് നമ്മൾ കോൺട്രാക്റ്റ് എടുക്കുന്ന ആ കോൺട്രാക്റ്റിൽ അടച്ചു തീർത്താൽ മതി. ഞാൻ എടുത്തിട്ടുള്ളത് 2 വർഷത്തെ കോൺട്രാക്റ്റാണ്. അപ്പോൾ 1 ഇയർ കോൺട്രാക്റ്റാണ്. അപ്പോൾ എനിക്ക് ഡൗൺ പേയ്മെൻ്റ് ഒന്നും വന്നില്ല ആമസോണിൽ നിന്ന് തന്നെ. 58 പൗണ്ട് ഓർ 60 പൗണ്ട് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ മാസം എനിക്ക് അത്രയും, അതായത് 6,000 രൂപ അടുത്ത് മാത്രമാണ് മാസം വരുന്നുള്ളൂ. ഒരു വർഷം കൊണ്ട്, അതായത് 12 മാസം കൊണ്ട് എനിക്കിത് അടച്ച് തീർത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ക്യാമറ ഞാൻ മേടിച്ചത്, അല്ലാതെ ഫുൾ റെഡി ക്യാഷ് ഒന്നുമല്ല. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറ ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ ആമസോണിൽ. കാരണം ഞാൻ ഇന്ത്യയിൽ നിന്ന് മേടിക്കാനായിട്ട് നോക്കി, ആമസോണിൽ അവൈലബിൾ അല്ല. അത്യാവശ്യം 1-2 കടകളിൽ എൻക്വയറി ചെയ്തു ഫ്രണ്ട്സ് വഴി, അവിടെയും സാധനം കിട്ടാനില്ല.
ഇവിടെ ആമസോൺ UK കിട്ടാനില്ല. DJIയുടെ ഇവിടെ ഒഫീഷ്യൽ DJI വെബ്സൈറ്റിന് ഷിപ്പിങ്ങൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെയും കിട്ടാനില്ല. അറ്റ് ലാസ്റ്റ് ഒരു ടൈമിൽ ഇങ്ങനെ ചുമ്മാ നോക്കിയിരിക്കുന്ന സമയത്ത് ആമസോണിൽ 3 സ്റ്റോക്ക് എന്ന് പറഞ്ഞ് പെട്ടെന്ന് വന്നു. അങ്ങനെ കണ്ടപ്പോൾ ചാടിക്കയറി ഓർഡർ ചെയ്തതാണ്. പിന്നെ ഈ ഒരു EMIയിൽ എടുക്കുന്ന സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ യൂസ് ചെയ്ത കാർഡ് ബാർക്ലൈസിൻ്റെ കാർഡാണ്. ബാർക്ലൈസ് ബാങ്കായിട്ട് ഇവർക്ക് ഈ പറഞ്ഞ സംഭവം ആമസോൺ ഒരു ടൈപ്പ് ഉണ്ട്, നമുക്ക് EMIയിൽ പ്രൊഡക്ട്സ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ കൂടി എടുത്തതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. സംഭവം എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് യൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒരു സംഭവം മേടിച്ചത്. ഞാൻ ഇവിടെ എത്തിയിട്ട് ഒരു മേജർ പ്രൊഡക്റ്റ് പർച്ചേസിൽ മേടിച്ചൊരു സംഭവമാണിത്. ആദ്യം ഞാൻ ലാപ്ടോപ്പ് മേടിച്ചിരുന്നു, പിന്നെ ഒരു iPhone മേടിച്ചു, പിന്നെ ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമറയും മേടിച്ചു. ഇനിയും കുറച്ച് മേജർ അപ്ഡേറ്റ് ഉള്ള സാധനങ്ങൾ മേടിക്കണമെന്നുണ്ട്, കുറച്ച് സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം വീഡിയോ എടുക്കാനായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. ഞാൻ ഇത് ഇപ്പോഴത്തെ യൂസിന് വേണ്ടി മാത്രമായിട്ട് മേടിച്ച് വയ്ക്കണമെന്നല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ക്യാമറകളോട് ഭയങ്കര ക്രേസാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ എനിക്കൊരു ക്യാമറ കളക്ഷനൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 5-8 ക്യാമറയെങ്കിലും എൻ്റെ കയ്യിൽ ഉണ്ടാവും, പല ഇതായിട്ട്. പിന്നെ 1-2 ക്യാമറകൾ എൻ്റെ കയ്യിൽ വന്നു പോയിട്ടുണ്ട്, അതായത് ഞാൻ മേടിച്ചിട്ട് പിന്നെ കൊടുക്കുക, വേറെ ക്യാമറ മേടിക്കാനായിട്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്യാമറകളോട് ഭയങ്കര ക്രേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ക്യാമറ കണ്ടാൽ എനിക്ക് മേടിക്കണമെന്ന് ഞാൻ മേടിക്കുക, അതെങ്ങനെയെങ്കിലൊക്കെ ഞാൻ അത് മേടിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഈ DJI Osmo Pocket 3. ഇനി എനിക്കൊരു Insta360 എടുക്കണമെന്നുണ്ട്. അപ്പോൾ അത് പയ്യെ അതിനായിട്ട് എനിക്ക് സേവ് ചെയ്ത്, അല്ലെങ്കിൽ അത് പയ്യെ എടുക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ല, ചെറുതല്ല, ഇച്ചിരി ലെങ്ത് ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. എന്തായാലും ഈ ഒരു ക്യാമറ മേടിക്കാനിരിക്കുന്ന കൂട്ടുകാർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം നിങ്ങൾക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് അതിൻ്റെ ഒരു ചെറിയൊരു നെഗറ്റീവും എന്തൊക്കെയാണ് പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലായി. പിന്നെ എനിക്ക് ഏറ്റവും ബിഗ് താങ്ക്സ് ടു കോൾ മീ ഷസാം ബ്രോ. കാരണം ആളുടെ ഈ ഒരു ക്യാമറയുടെ നാട്ടിൽ നിന്നുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അൺബോക്സിങ്. അപ്പോൾ അൺബോക്സിങ് കഴിഞ്ഞ് പുള്ളി അതിൻ്റെ ഒരു യൂസ് ചെയ്യണ ഡെയിലി വ്ളോഗിൽ പുള്ളി എനിക്ക് തോന്നുന്നു ദുബായിൽ എവിടെയോ പോയപ്പോൾ ഒരു വ്ളോഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു വീഡിയോ നിന്ന് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലായിട്ടാണ് എനിക്ക് അതിലേക്ക് ഒരു അട്രാക്ഷൻ തോന്നിയത് ഈ ഒരു ക്യാമറയിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച് കോൾ മീ ഷസാം ബ്രോ. ഷസാം ബ്രോൻ്റെ ആ ഒരു റെക്കമെൻഡേഷനിലാണ് ഞാൻ മേടിച്ചത്. റെക്കമെൻഡേഷൻ അല്ല, പുള്ളി ആ ചെയ്ത വീഡിയോന്ന് എനിക്കും കൂടി അത് എൻ്റെ ഒരു യൂസിന് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ സാധനം മേടിച്ചത്. അപ്പോൾ എന്തായാലും ആൾക്കൊരു ബിഗ് താങ്ക്സ്. പിന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ 1-2 വീഡിയോ ഇപ്പോൾ ഓൾറെഡി ഇട്ടു, അതല്ലാതെ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താണ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു ദിവസം പോസ്റ്റ് ചെയ്യാം. ഓക്കെ, കാരണം നമുക്കത് കുറച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് അതിൻ്റെ മെയിനായിട്ടുള്ള റിവ്യൂ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മളെന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ബൈ.